നമ്മൾ ഇന്ന് നോക്കുന്നത് ചാപ്റ്റർ 7 ആണ്, ഗുപ്തന്മാരും അവരുടെ പിൻഗാമികളും. കേട്ടോ. അപ്പോൾ ഗുപ്തന്മാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം മൗര്യന്മാരുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ മൗര്യന്മാരുടെ കാലത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയെ ഭരിച്ചത് ശതവാഹനന്മാരും കുശാനന്മാരുമായിരുന്നു. കേട്ടോ. അങ്ങനെ ഇവരുടെ കാലത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയെ ഭരിച്ചതാണ് നമ്മുടെ ഗുപ്തന്മാരെന്ന് പറയുന്നത്. കേട്ടോ. അപ്പം ശതവാഹനന്മാരുടെയും കുശാനന്മാരുടെയും കാലത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയെ ഭരിച്ചതാണ് ഗുപ്തന്മാരെന്ന് പറയുന്നത്. കേട്ടോ. ഈ ഗുപ്തരെന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു വൈശ്യന്മാരായിരുന്നു. കേട്ടോ. വൈശ്യ കാറ്റഗറിയിലുള്ള ആളുകളായിരുന്നു. ഗുപ്ത സാമ്രാജ്യം സ്റ്റാർട്ട് ചെയ്തത് AD 275 ശ്രീഗുപ്തനാണ്. അപ്പം ആരാണ് ഗുപ്ത സാമ്രാജ്യം സ്റ്റാർട്ട് ചെയ്തത്? AD 275 ശ്രീഗുപ്തനാണ് നമ്മുടെ ഗുപ്ത സാമ്രാജ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് വരുന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാരെ പറ്റി നമുക്ക് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഗുപ്ത സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരായിട്ടുള്ള ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, ഇവർ 3 പേരെ പറ്റിയിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവരായിരുന്നു അന്നത്തെ കാലത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെന്ന് പറയാനായിട്ടുള്ളത്. ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. ഓക്കെ, ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ AD 319 തൊട്ട് 334 വരെയാണ് നമ്മുടെ ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ നമ്മുടെ ശ്രീഗുപ്തൻ്റെ മകൻ്റെ മകനാണ്. കേട്ടോ. ശ്രീഗുപ്തൻ്റെ മകനല്ല, ശ്രീഗുപ്തൻ്റെ മകൻ്റെ മകനാണ്. കേട്ടോ. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കാലത്തെ ഗുപ്തവർഷം എന്ന് പറയുന്ന ആ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്തെ നമ്മൾ ഗുപ്തവർഷം എന്ന് പറയുന്നു. ഇദ്ദേഹം അത്രയും കിക്കിടിലം രാജാവായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ എല്ലാവരും മഹാതിരാജാതിരാജ എന്ന് പറയുന്ന ഒരു പദവിയിൽ അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു രാജാവായതുകൊണ്ട് ഇദ്ദേഹത്തിനെ മഹാതിരാജ എന്ന പദവിയും അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചത്, പണ്ടത്തെ കാലത്ത് ഈ രാജാക്കന്മാർ അവരുടെ ശക്തിയൊക്കെ വർദ്ധിപ്പിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ അവരുമായിട്ട് അടിയുണ്ടാക്കുന്ന രാജ്യങ്ങളുമായിട്ട് ഒരു സമാധാനമായിട്ടുള്ള ഒരു സന്ധിയിൽ ഏർപ്പെടും. എന്നിട്ടും സമാധാനപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെയുള്ള ആ രാജ്യത്തിലെ രാജകുമാരനെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ അടി ഉണ്ടാക്കാൻ വരത്തില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അന്നത്തെ കാലഘട്ടത്തിലെ രാജാക്കന്മാർ വളരെയധികം സൗഹൃദം സ്ഥാപിക്കുന്നത്. കേട്ടോ. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് തീർത്തും തലവേദനയായിട്ടുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രാജ്യത്തിലെ രാജകുമാരി ആയിട്ടുള്ള രാജ്യമല്ല, ലിച്ചാവി എന്ന് പറയുന്ന ഗോത്രത്തിലെ അവിടുത്തെ രാജകുമാരി ആയിട്ടുള്ള നമ്മുടെ കുമാരദേവീനെ കല്യാണം കഴിച്ച് എന്ത് ചെയ്തു, അദ്ദേഹം ആ ഒരു കുടുംബവുമായിട്ടുള്ള ശത്രുതയൊക്കെ മാറ്റി അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് മുമ്പോട്ട് പോയി. പിന്നെ ഇദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാതീരം തൊട്ട് മഗധ വരെയുള്ള പ്രദേശങ്ങൾ മുഴുവനും കൈയടക്കി വച്ചിട്ടുള്ള ആളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. അത്രയ്ക്കും വ്യാപ്തിയോട് കൂടിയിട്ടും അദ്ദേഹം കൈയടക്കി വച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഒരു AD 335 ആയപ്പോൾ എന്ത് ചെയ്തു, നിര്യാതനായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ എന്ത് ചെയ്തു, ഭരണത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞ് വന്ന ആളാണ് നമ്മുടെ സമുദ്രഗുപ്തൻ ഒരു AD 335 തൊട്ട് ഒരു 375 വരെയുള്ള കാലഘട്ടമായിരുന്നു നമ്മുടെ സമുദ്രഗുപ്തൻ ആ ഒരു പദവിയിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇദ്ദേഹത്തെ ഇന്ത്യയിലെ നെപ്പോളിയൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇദ്ദേഹം പറയുന്നത് എപ്പോഴും യുദ്ധങ്ങൾ ചെയ്തിട്ട് സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കുക, അങ്ങനെ നിരവധി യുദ്ധവെറിയുള്ളൊരു വ്യക്തിയായിരുന്നു നമ്മുടെ സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത്. മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ നൈപുണ്യമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ അതേ പാതയാണ് ആര് പിന്തുടർന്നത്? സമുദ്രഗുപ്തന്റെ മകനായിട്ടുള്ള ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. അദ്ദേഹം ഒരു AD 380 തൊട്ട് ഒരു 400 സംതിങ് AD വരെ ഇദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സമുദ്രഗുപ്തൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു നമ്മുടെ 9 നവരത്നങ്ങളുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് 9 പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. കേട്ടോ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ചൈനീസ് ട്രാവലർ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അത് വേറെ ആരുമല്ല,
ഷാഹിയാൻ എന്ന് പറയുന്ന ഒരാളാണ്, പ്രശസ്തനായിട്ടുള്ള ഒരു ആൾ എന്താണ് നമ്മുടെ ഈ ഒരു ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹം ശാകന്മാർ എന്ന് പറയുന്ന ആളുകളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അന്നത്തെ കാലത്ത് ശാകന്മാർ ഭയങ്കര സംഭവ സെറ്റപ്പുകളായിരുന്നു. അപ്പം അവരെ പരാജയപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്ത് ഇദ്ദേഹം അധികാരത്തിൽ വന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു നേട്ടമായിട്ട് നമുക്ക് കരുതാം. ഇത്രയും പേരാണ് നമ്മുടെ ഗുപ്ത വംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ. ചിലപ്പം സമുദ്രഗുപ്തനെ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ നെപ്പോളിയൻ എന്ന് പറയാനുള്ള കാരണം എഴുതുക എന്ന് ചോദിക്കാം. ചിലപ്പം ചന്ദ്രഗുപ്തൻ രണ്ടാമനെ പറ്റി ചോദിക്കാം. ചിലപ്പം ചന്ദ്രഗുപ്തൻ ഒന്നാമനെ പറ്റി ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഗുപ്തന്മാരുടെ ഭരണം എങ്ങനെയായിരുന്നു ഗുപ്തന്മാരുടെ ഭരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ കേന്ദ്രഭരണം എന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്രബിന്ദു രാജാവാണ്. സൈന്യത്തിൻ്റെ തലവൻ, എല്ലാത്തിൻ്റെയും തലവൻ ആരാണ്? നമ്മുടെ രാജാവാണ്. അപ്പം രാജാവ് കഴിഞ്ഞ് ആരുള്ളൂ? ബാക്കി എല്ലാവരും ഉള്ളൂ. അപ്പം അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും മന്ത്രിമാരും മന്ത്രിസഭയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സൈന്യത്തിൻ്റെ ചിലവ് മാത്രമല്ല, നമ്മൾ യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ചിലവുകളൊക്കെ വരത്തില്ലേ, ഈ ചിലവുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് എന്താണ് ഒരു രണഭണ്ഡാരി കണ്ണൻ എന്ന് പറയുന്ന ഒരു ഓഫീസേഴ്സിനെ അന്ന് നിയമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിനും ഓഫീസേഴ്സ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ പ്രാദേശിക ഭരണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രദേശത്തെ എന്താണ് പല ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഭാഗത്തും ഓരോ ആളുകളെ എന്താണ് നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാമത്തിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഗ്രാമപതിയും അദ്ദേഹം നിയമിച്ചു. പിന്നെ ഇവിടെ നികുതി സിസ്റ്റം എന്ന് വെച്ചാൽ എല്ലാവരും നികുതി അടയ്ക്കണം. നികുതി എന്ന് പറയുമ്പോൾ 1/6 എന്നുള്ള റേഷ്യോയിലാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ കുറ്റവാളികളും പല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പാദകരും ഒക്കെ എന്താണ് പ്രത്യേകം നികുതി അടയ്ക്കണം. പിന്നെ നീതിന്യായം എപ്പോഴും രാജാവിൻ്റെ കയ്യിലായിരിക്കും. രാജാവിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ഒരു നായകനായിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്താണ് അവർക്കൊരു ധർമ്മ കോടതിയുണ്ട്. അപ്പോൾ ഈ കോടതിയിലെ മുമ്പിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ നീതി ന്യായമൊക്കെ നടപ്പിലാക്കുന്നത്. ഓക്കെ. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ടാണ് ഗുപ്ത സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ ഗുപ്ത പീരീഡിനെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നതെന്ന് ചോദിക്കാനുള്ളൊരു ചോദ്യം വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്കാലത്ത് നിരവധി കല, സാഹിത്യം, ശാസ്ത്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിരവധി നേട്ടങ്ങൾ ഉണ്ടായത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഹിന്ദുക്കല ആയാലും ശരി, വാസ്തുവിദ്യ ആയാലും ശരി, തത്വചിന്ത ആയാലും ശരി, എന്താണ് ഈ കാലത്ത് വളരെയധികം പ്രാവീണ്യം തേടിയിട്ടുണ്ട്. മാത്രമല്ല ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും ഒക്കെ എന്താണ് ഒത്തിരി മാറ്റങ്ങൾ വന്നത് ഈ ഒരു കാലത്താണ്. അത് മാത്രമല്ല എന്താണ് കുറേ നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ആര്യഭട്ട, സീറോ തുടങ്ങിയ ഐറ്റംസൊക്കെ കണ്ടുപിടിച്ചതും ഈ ഒരു കാലത്താണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് എന്ത് പറയുന്നത് നമ്മുടെ ഗുപ്ത കാലഘട്ടത്തെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അന്നത്തെ കാലത്ത് സ്ത്രീകളുടെ പദവിയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് രണ്ടാമത്തെ സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ വിവാഹത്തിന് മുമ്പ് അച്ഛൻ സ്ത്രീകളെ ഭരിക്കും, അത് കഴിഞ്ഞാൽ ഭർത്താവ് ഭരിക്കും, അത് കഴിഞ്ഞാൽ മകൻ ഭരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ മകൻ കഴിഞ്ഞേ ഉള്ളൂ ആ ഭാര്യയ്ക്ക് സ്ഥാനം. ഈവൻ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വത്ത് കൊടുക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്ക്. വിധവകൾക്ക് പുനർവിവാഹവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തീർത്തും സ്ത്രീകളുടെ കാര്യത്തിൽ എന്താണ് നിഷ്പ്രസ്ഥമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു ഗുപ്തന്മാരുടെ കാലത്തും ഉണ്ടായിരുന്നത്. ഇനി അന്നത്തെ കാലത്ത് വലിയൊരു സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പ്രഭാവതി ഗുപ്ത എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. പിന്നെ എങ്ങനെയാണ് ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു രാജ്യം ഡിക്ലൈൻ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, അതുമാത്രമല്ല വിദേശ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാനായിട്ട് വന്നത്, ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങൾ, ഇങ്ങനെ നിരവധി സാഹചര്യങ്ങളാണ് എന്ത് ചെയ്തത് ഈ ഒരു മഹത്തായ രാജ്യത്തെ പരാജയപ്പെടുത്താനുള്ള കാരണമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. എൻ്റെ ചാനലിലെ മുകളിൽ ഒരു ബയോയിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. സോ നിങ്ങൾക്ക് നോട്ട്സോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ള ആളുകൾ ആ ബയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. നോട്ട്സും കാര്യങ്ങളും സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇത് ലാസ്റ്റ് വരെ കണ്ട ആളുകൾ ജസ്റ്റ് കണ്ടു ഒന്ന് മെസ്സേജ് ചെയ്താൽ വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ശരി, നമുക്ക് ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.